ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈഫിൽ എപ്പോഴും കുറച്ച് പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. കേട്ട വാക്തത്വങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പലതും ലഭിക്കാതെ വരുമ്പോൾ തോന്നും ഇനി ഇതൊന്നും നടക്കത്തില്ലെന്ന്. ഹബക്കുക്ക് പ്രവാചകൻ പറയുന്നൊരു പദമുണ്ട്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അതതിൻ്റെ സമാപ്തിയിലേക്ക് വരും, നിശ്ചയം. വൈകിയാലും അത് വരും. അല്പം താമസമെന്നൊക്കെ തോന്നിയാലും നീ കേട്ട വാക്തത്വങ്ങൾ നിന്റെ കരത്തിൽ തന്നെ വരും. ഹല്ലേലൂയ. ഒരിക്കലും ഈ വാക്തത്വങ്ങൾ നടക്കാതെ പോകുകയില്ല. എത്ര വയസ്സായാലും നമ്മുടെ മേൽ കേട്ട ഓരോ വാക്തത്വവും നമ്മൾ പ്രാപിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് നമ്മുടെ കണ്ണ് അടഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം അബ്രഹാം കേട്ട വാക്തത്വം 75-ാമത്തെ വയസ്സിൽ താൻ വാക്തത്വം കേൾക്കുമ്പോൾ വർഷങ്ങൾ നീണ്ടു നിന്നു അത് തൻ്റെ കൈകളിൽ പ്രാപിച്ചെടുക്കുവാൻ. അതല്ലേ തൻ്റെ കൈകളിൽ ആ വാക്തത്വത്തെ പൂർണ്ണമായി കാണുവാൻ. പക്ഷെ ആ വാക്തത്വത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് ആ നന്മ പ്രാപിച്ചതുപോലെ വാർദ്ധക്യത്തിലും കർത്താവ് പറഞ്ഞ വാക്തത്വം, കർത്താവ് പറഞ്ഞ പ്രോമിസ് ദൈവം അബ്രഹാമിന് നൽകിയെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പ്രവചന ശബ്ദമായി നിങ്ങൾ ഇതെടുക്കുക. നിങ്ങൾ കേട്ട വാക്തത്വങ്ങൾ, ഹല്ലേലൂയ, നിങ്ങളുടെ കരത്തിൽ തന്നെ വരും. എത്ര ദിവസം കഴിഞ്ഞാലും എത്ര നാളുകൾ കഴിഞ്ഞാലും കാത്തിരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ അത് പ്രാപിക്കുന്ന ടൈമായി കൊണ്ടിരിക്കുകയാ. ഏതൊക്കെയെങ്കിലുമൊക്കെ വാക്തത്വങ്ങൾ ഇന്നു വരെയും നടന്നിട്ടില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആരോടോ ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ദൂതായി കൈമാറുന്നു. നിങ്ങൾ ആമേൻ പറഞ്ഞ് ദൂതിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് വായ തുറന്ന് പറയുക, ഞാൻ കണ്ട വാക്തത്വങ്ങൾ, ഞാൻ കേട്ട വാക്തത്വങ്ങൾ, എന്നോട് ദൈവം സംസാരിച്ച വചനങ്ങൾ, അത് ഞാൻ പ്രാപിക്കുന്ന ടൈമിനകത്തേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അതെൻ്റെ കൈകളിൽ ഞാൻ അനുഭവിക്കുന്ന ടൈമാകുന്നു. പ്രാർത്ഥനയോടെ ആമേൻ പറഞ്ഞ് ദൂത് സ്വീകരിക്കുക. നിങ്ങളുടെ വാക്തത്വങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ അനുഭവിക്കുന്ന ടൈമാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.